ആഗോള തലത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ് നാം ഉള്ളത്. ആ ആഗോള തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ ചുവടപ്പിച്ച വിപ്ലവ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് വൻമരങ്ങൾ കടപുഴക്കിയെറിയുന്ന മുന്നേറ്റങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് നടത്താനുണ്ട്. ആളുകൾ അസ്വസ്ഥപ്പെടാം, എന്നിട്ട് ശാപപ്രാർത്ഥന വന്നേക്കാം, വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റേക്കാം. പക്ഷേ നമ്മൾ അറിയേണ്ടതുണ്ട്, വിമർശിക്കുന്നവർക്കും അസ്വസ്ഥപ്പെടുന്നവർക്കും മനോവിഭ്രാന്തി അകപ്പെടുകയല്ലാതെ യാതൊരു പരിഹാരവുമില്ല എന്നതാണ് നാം കർമ്മപഥത്തിൽ കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ വിമർശനങ്ങളുടെ കൂരമ്പുകളാണ്. ആനുകാലികങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കണം. ആരൊക്കെയാണ് ഒറ്റക്കെട്ടായിട്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കൂട്ടർ ചോദിക്കുന്നു, ഞാൻ പറയുന്നത് 5-6 പേര്. ആ 5-6 പേർക്ക് എല്ലാ പേജുകളും താളുകളും അത് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകളും അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളുമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അത് 1-2 സാംസ്കാരിക രംഗത്ത്, അതങ്ങ് മുക്കം ഭാഗത്തേക്ക് പോയാൽ ഏതോ കുഗ്രാമത്തിൽ നിന്ന് 2 ഞാൻ പറയുന്നു. ഏറ്റവും അവസാനം സംഭവിച്ചത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വാലറ്റ് പോയിരിക്കുന്നു അവർക്കും. കാരണം ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ 3ാം തലമുറയിൽപ്പെട്ട കുട്ടികളാണ് അവർക്കിന്ന് തെരുവിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, അത് കഴിഞ്ഞാൽ പിന്നെ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് 2. അത് കഴിഞ്ഞാൽ ഞാൻ നിലമ്പൂർക്കാരനാണ്. എന്റെ നാട്ടിൽ നിന്നൊരു MLA, അദ്ദേഹത്തിന്റെ മകൻ, അച്ഛന്റെ മകൻ അല്ല, മകന്റെ അച്ഛൻ, അച്ഛന്റെ മകനും മകന്റെ അച്ഛനും ശരീഅത്ത് പഥ്യമാണ്. അതുപോലെ തന്നെ സമുദായ നേതൃത്വം പഥ്യമാണ്, ഇസ്ലാമിക സമൂഹം പഥ്യമാണ്. അവരാണെന്ന് ഐഡിയൽ മുസ്ലിങ്ങളായിട്ട് ഈ 6 പേരെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഒരു നവയാഥാസ്ഥിക സംഘടനയും, അതും ഈ വേദിയെ ഞാൻ വിശദീകരിച്ചുകൊണ്ട് ഈ വേദിയെ ഞാൻ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു, ആ നവയാഥാസ്ഥിക സംഘടനയും കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അല്ല, നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങൾ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ഞാൻ സ്വകാര്യമായി ചോദിക്കുന്നു. അല്ല, നിങ്ങൾ എന്താണ് വിമർശിക്കപ്പെടാത്തത് എന്നൊന്നും ആലോചിച്ചു നോക്കിക്കൂടെ? വിമർശിക്കപ്പെടണമെങ്കിൽ കോപ്പ് വേണം കൂട്ടരെ. എന്തെങ്കിലും വിമർശിക്കാൻ വേണ്ടേ? നല്ല ഇലച്ചു നിൽക്കുന്ന പൂക്കളുള്ള പഴങ്ങളുള്ള വൃക്ഷത്തിലേക്ക് ആരും ഒന്ന് നോക്കിപ്പോകാം. അതിന്റെ ഇല കണ്ടാൽ അതിന്റെ തണല് കിട്ടിപ്പോകാം. അത് കഴിഞ്ഞാൽ അതിന്റെ പൂക്കളെ കണ്ടാൽ പ്രതീക്ഷ തോന്നിപ്പോകാം. അതുപോലെ തന്നെ പീക്കിരി പിള്ളേരുണ്ടെങ്കിൽ അതിന്റെ പഴുത്ത മാമ്പഴം കണ്ടാൽ കല്ലെറിയും. ഈ പീക്കിരി പിള്ളേരുടെ പണിയാണ് ചില ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പഴുത്ത മാമ്പഴമുള്ള ഈ ഇലച്ചു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് വരുന്ന കല്ലേറുകളെ സന്തോഷപൂർവ്വമാണ് ഇസ്ലാമിക പ്രസ്ഥാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കി.